വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. വഴിയെ പറയാം. ഇപ്പം ഞാൻ ഒരു ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. രാവിലെ എണീറ്റതേ ഉള്ളൂ. ഒരു ചായയൊക്കെ കുടിക്കാം, പിന്നെ വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. ഓക്കെ, ഈ ചായ ഇവിടെ പാലിവിടെ തിളപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാക്കി കുറച്ച് മസാല ടീയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മസാലകളൊക്കെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏലക്കയുണ്ട്, ഗ്രാമ്പുണ്ട്. ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി പിന്നെ കറുവപ്പട്ട ആഡ് ചെയ്യാറുണ്ട്. കട്ടിത്തിരി എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വലുതാണ്. ചെറിയൊരു പീസ് ആഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ മസാല ചായ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഇച്ചിരി തിളക്കട്ടെ, കുറച്ച് തിളയ്ക്കണം. ചായ തിളക്കട്ടെ. ഇത് ചായ തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങി ചെറുതായിട്ട്. പിന്നെ ഇപ്പം എന്നാൽ ചായപ്പൊടി ചേർക്കാം. ഇത് റെഡ് ലേബലിൻ്റെ ചായപ്പൊടി. ഇവിടുത്തെ മലയാളിക്കടയല്ല, ഒരു ഇന്ത്യൻ ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ചായപ്പൊടിയാണ്, എനിക്കിഷ്ടമാണ്. ചായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചായ തിളക്കട്ടെ. അങ്ങനെ ചായ ഇതേ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഇതായതുകൊണ്ട്, അല്ല ഇൻഡക്ഷൻ ആയതുകൊണ്ട് ഒറ്റയടിക്ക് തിളച്ചു പോകും. നോക്കി നിന്നില്ലെങ്കിൽ ചായ കുടിക്കാൻ ബാക്കിയുണ്ടാവില്ല. ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ അരിച്ചെടുക്കാം. ചായ ഓരോരുത്തരുടെയും, ഞാൻ എപ്പോഴും ഷോൻ്റെ അടുത്ത് പറയും, ഓരോരുത്തരുടെയും ചായയുടെ ടേസ്റ്റ് വ്യത്യാസമാണെന്ന്. അതായത് ഓരോരുത്തർ ഉണ്ടാക്കണ ചായയും അത് പാത്രത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചായപ്പൊടിയുടെ ആയിരിക്കാം, ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചായയാണ് ഷോണിൻ്റെ അമ്മേൻ്റെ ചായ. അടിപൊളി ചായയാണ് ഷോണിൻ്റെ അമ്മേൻ്റെ ചായ. അതേ പാത്രത്തിൽ അതേ ചായപ്പൊടിയിൽ ഞാൻ ഉണ്ടാക്കിയാൽ ആ ടേസ്റ്റ് വരില്ല. അത്